നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന NS66 റോഡ് വർക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കോഴിക്കോട് നമ്മൾ എത്തുന്ന വരെയുള്ള കുറ്റിപ്പുറം മുതൽ കോഴിക്കോട് വരെയുള്ള വീഡിയോ ആണ് നമ്മൾ കാണിച്ചത്. ഈ ആംബുലൻസ് അത്ര നേരം അവിടെ ബ്ലോക്കായി കിടക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മൾ സാധാരണ വണ്ടികളൊക്കെ പോകേണ്ടത്, സെൻട്രിൽ കൂടെ കാറ് അതുപോലെ വലിയ വണ്ടികൾക്കൊക്കെ പോവാം. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ലൈന് ശരിക്കും ആംബുലൻസിനുള്ളതാണ്. അതിവിടെ ആംബുലൻസ് പോകുമ്പോൾ നമുക്ക് ഒഴിഞ്ഞു കൊടുക്കുക വേണം. പിന്നെ ആംബുലൻസ് അതുപോലെ എമർജൻസി കേസുകൾക്ക് വരുന്ന വണ്ടികൾക്ക് മാത്രം പോകാനുള്ളതാണ്. പിന്നെ അതുപോലെ നമുക്ക് സെൻട്രൽ ലൈനിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്കിപ്പോൾ ഫ്രണ്ടിലൊരു വണ്ടിയുണ്ട്, നമുക്ക് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറി പോകാനും നമുക്ക് അതുവഴി പോകാൻ പറ്റും. അല്ലാതെ നമ്മൾ വെറുതെ ആ ഇതിൽ കൂടെ സ്പീഡ് ട്രാക്കിൽ കൂടെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നല്ല മഴയുണ്ട്, അപ്പോൾ മഴയുള്ളത് കാരണം നമുക്ക് കൂടുതൽ വിഷ്വൽസൊക്കെ നമുക്ക് പറഞ്ഞൊന്നും മനസ്സിലാവില്ല. പിന്നെ നമുക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യാനും അതുപോലെ കയറി വരാനും ഇറങ്ങാനും ഉള്ളത്. എൻട്രിയും എക്സിറ്റും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് എൻട്രി എക്സിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യെല്ലോ മാർക്ക് ഉണ്ടാവും. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മേലെ നമുക്ക് എൻറ്റർ ഓൺലി എക്സിറ്റ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ അതുവഴിയൊക്കെ പോകുമ്പോൾ എന്താണെന്ന് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ആ എൻറ്റർ ഓൺലി എന്നുള്ളിടത്ത് നിന്ന് വരുമ്പോൾ നമ്മൾ സെൻറ്റർ പോയിന്റിൽ പിടിച്ച് പോവായിരിക്കും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിൽ പോകുമ്പോൾ ഈ എൻട്രി ചെയ്യണ ഭാഗത്തു നിന്നുള്ള പെട്ടെന്ന് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് നല്ലതാണ്. അപ്പോൾ എപ്പോഴും മാക്സിമം നമ്മൾ സെൻറ്റർ പിടിച്ച് പോവായിരിക്കും നല്ലത്. പിന്നെ ബന്ധം കൂടുമ്പോൾ മണ്ണിന്റെ കഥ പറയും ഗാനങ്ങളാൽ ഈ പാതയുടെ ഓരങ്ങൾ, പുഴകൾ കടന്ന് കടലാളങ്ങൾ, ഭാവിയിൽ വരും പുതുയാത്രകൾ, സേവിക്കുന്നതു ഇന്നു പണി കണ്ട ഞങ്ങൾ. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം, എല്ലാതിനുമുപരി ഈ വഴികൾ നോക്കുന്നോഷുഷായി നമുക്കൊരു സമ്മാനം. പൊന്മുടിയിൽ നിന്നാണ് തുടങ്ങുന്നത് വേഗം, കുത്തിയിളകും വരെയും നോവില്ലായി പാത. നമ്മൾ വളാഞ്ചേരിയൊക്കെ കഴിഞ്ഞിട്ട് കയറ്റം വരുന്നിടത്ത് വർക്ക് കുറച്ചും കൂടി കഴിയാനുണ്ട്. അപ്പം നല്ല റോഡൊക്കെ ഓപ്പൺ ആക്കിയിരിക്കണം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോവാം. പിന്നെ നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടിഞ്ഞു വീണ സ്ഥലത്ത് മാത്രമാണ് റോഡിൽ തടസ്സങ്ങളുള്ളൂ. അവിടെ അവർ ജംഗ്ഷൻ തിരിച്ചിട്ട് നമ്മളെ വേറെ റൂട്ടിലേക്ക് വിട്ടു തരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒന്നും പ്രശ്നമില്ല. ശരിക്കും ഇപ്പോൾ കോഴിക്കോട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സുഖമായിട്ട് യാത്രയും ചെയ്യാം, അധികം സമയമൊന്നും എടുക്കില്ല, വണ്ടി തിരക്കുകളില്ല, എന്താ സുഖം എന്ന് പറയുമോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കോഴിക്കോട് പോകുമ്പോൾ ഈ റൂട്ടിലൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഇതാക്കുക. പിന്നെ അതിന് കൂടുതൽ വിശേഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിടിച്ചുവോ കുത്തിപ്പുറമുണ്ട് കാതിൽ വിളിക്കുന്നോ, മുല്ലപ്പൂവിനാൽ മാധുരം വീശുന്നോ, പാതകൾക്കും കാതകൾ ചൊല്ലുന്നോ, മൂടൽ മഞ്ഞിൽ കണ്ട് സുന്ദര തൂണുകൾ, ചിരിച്ച കീഴിൽ കവിളിൽ മറഞ്ഞ ചോണവൾ, ഓർമ്മയിൽ നിന്നും പുതിയതിലേക്ക് പക്കം ജോസോസിന് കാക്ക പറയുന്നു നമ്മളേക്ക്. റോഡിൽ സഞ്ചരിക്കാം, സംസാരമില്ലതാനും ഹൃദയപുൽകിതം, കേരളത്തിൻ അഭിമാന പാതയാണിവൾ, ഏകാമാനം പാട്ടാണീ വഴികൾ. സന്തോഷക്കൊടിയും വീശുന്ന പറവയോ, മനത്തിൽ പണിപൊരുമാ പാതയോ, ഇവിടം വിട്ടു പോകാൻ മനസ്സില്ല സിനിമയോ, ഈ കൽച്ചോ സിന്ധിക്ക സുന്ദരഗാനം.
മേലെ കാണുന്ന സൈൻ ബോർഡ് നമുക്ക് അടുത്ത ടോൾ വരുന്നതാണ്. അപ്പോൾ ടോളിൻ്റെ ആ ഭാഗത്തുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം. ടോളിൻ്റെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ടോള് ചാലു ആവാത്ത കാരണം അവിടെ നമുക്ക് സൈഡിൽ കൂടെയാണ് ഇപ്പോൾ അവർ വിടുന്നത്. ടോളിൻ്റെ പാസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഇവിടെ കാറിൻ്റെ സ്പീഡ് പറഞ്ഞിട്ടുള്ളത് 100 സ്പീഡാണ്. വലിയ വണ്ടികൾക്ക് വരുന്നത് 80 സ്പീഡ്. പിന്നെ നമ്മളതിനും സ്പീഡ് കൂടി പോവുകയാണെന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അത്ര സ്പീഡ് ഫീൽ ചെയ്യില്ല. എങ്കിലും പെട്ടെന്നുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടിയാൽ ഭയങ്കരമായിട്ട് അപകടം സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. പിന്നെ അതുപോലെ ഇപ്പോൾ റോഡ് വർക്കിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിയാത്തത് കാരണം പല ആൾക്കാരും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുന്ന പരിപാടി ഉണ്ട്. പിന്നെ അതുപോലെ എൻ്റർ ചെയ്യുന്നിടത്ത് കൂടെ എക്സിറ്റ് ചെയ്യണവരുണ്ട്, എക്സിറ്റ് ചെയ്യണോടത്ത് എൻ്റർ ചെയ്യണവരുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലവിൽ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ടോൾ എത്തിയിട്ടുണ്ട്. ടോളിൻ്റെ ആ ഭാഗമൊക്കെ കാണിച്ചു തരാം. ഇതേപോലെ കോഴിക്കോട് എത്തണേണ്ട മുന്നേ ഒരു ടോൾ പ്ലാസും കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 2 എണ്ണമായിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ സൈഡിൽ ബോർഡിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട്. ചാവക്കാട് കടന്നു പടിയോടെ പൊന്നാനിയിലേക്കൊരു ഇരുപേരെ പാതയിലൂടെ ഞാനും നീയും സഞ്ചരിക്കാം സ്വപ്നപാതകളിൽ. മുത്തശ്ശിയുടെ കഥകളുമായി കെട്ടിട്ട റോഡുകൾ അറിയാം. ഈ ഭംഗിയിൽ മഷിയാരമില്ല, നോക്കരോട് ശുശ്രൂഷ സമൃദ്ധിയാകുന്നിടം. കാറ്റിലൂടെ പറക്കുന്നവരെ അഭിമാനമായി കേരളതരം. ഈ ഭംഗിയിൽ നമുക്ക് പുറത്ത് പോകാനും അതുപോലെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഈ യെല്ലോ ലൈന് അതുപോലെ സൈഡിൽ യെല്ലോ മാർക്കിങ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് എക്സിറ്റ് എൻട്രി എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. എക്സിറ്റ് ഓൺലി എൻട്ര ഓൺലി എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് യാത്ര ചെയ്യുക. പിന്നെ ഒരു എക്സിറ്റ് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറേ ലോങ്ങിൽ അടുത്ത് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമുക്ക് റോഡ് വർക്ക് കഴിഞ്ഞ കാരണം ഇന്ന ഏരിയ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്തെങ്കിലും അവർ ബോർഡിൻ്റെ മേലെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇന്ന സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരാൾ ആദ്യമായിട്ട് ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം പോകുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. എവിടെ എത്തി എന്തായി എന്നുള്ള ഒരു പിടുത്തമില്ല. അപ്പോൾ എയർപോർട്ട് റോഡൊക്കെ എത്തനായിട്ടൊക്കെ മുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാലിക്കറ്റ് എയർപോർട്ട് എന്നൊക്കെ എഴുതിച്ചിട്ട് വലിയ സൈൻ ബോർഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. മണ്ണിന്റെ കഥ പറയും ഗാനങ്ങളാൽ ഈ പാതയുടെയോരങ്ങൾ പുഴകൾ കടന്ന്. പിന്നെ അതുപോലെ ഈ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നമുക്ക് ട്രാക്കിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് ആരോ മാർക്ക് ഉണ്ടാവും, അതുപോലെ പുറത്തേക്കുള്ള ആരോ മാർക്ക് ഉണ്ടാവും. പിന്നെ ഇതിൽ യാത്ര ചെയ്യാൻ പാടില്ലാത്ത ബൈക്ക്, അതുപോലെ നടയാത്രക്കാർ, ഓട്ടോറിക്ഷ, ട്രാക്ടർ അങ്ങനെയുള്ള വണ്ടികളൊന്നും നമുക്ക് ഇപ്പോൾ ഇതിൽ അലൗഡ് അല്ല. ഇപ്പോൾ യാത്ര ചെയ്യുന്നത് നോക്കിയിട്ട് കാര്യമില്ല, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവർ ഇവിടെ നിർത്തലാണ്. നമുക്കൊരു സമ്മാനം. പൊന്മുടിയിൽ നിന്നാണ് തുടങ്ങുന്നത് വേഗം, കുത്തിയിളകും വരെയും നോവില്ലായി പാത. ഇടുങ്ങിയ വഴികൾക്ക് വീതിയേകാം കാലം, പക്കം ജോൽസോസിന്റെ മണ്ണിൽ തീർത്ത ശില്പം. റോഡിൽ
സഞ്ചരിക്കാം സംസാരമില്ലതാനും ഹൃദയപുൽകിതം കേരളത്തിൻ അഭിമാന പാതയാണിവൾ ഏകാമാനം പാട്ടാണ് ഈ വഴികൾ പൊന്നാനിയിൽ നിന്ന് കീറ്റ പിടിച്ചുവോ കുത്തിപ്പുറമുണ്ട് കാതിൽ വിളിക്കുന്നോ മുല്ലപ്പൂവിനാൽ മാധുരം വീശുന്നോ പാതകൾക്കും കാതകൾ ചൊല്ലുന്നോ മൂടൽ മഞ്ഞിൽ കണ്ട് സുന്ദര തൂണുകൾ ചിരിച്ച കീഴിൽ കവിളിൽ മറഞ്ഞ ചോണവൾ ഓർമ്മയിൽ നിന്നും പുതിയതിലേക്ക് പക്കം ജോസോസിന് കഥ പറയുന്നു നമ്മളേക്ക് റോഡിൽ സഞ്ചരിക്കാം സംസാരമില്ലതാനും ഹൃദയപുൽകിതം കേരളത്തിൻ അഭിമാന പാതയാണിവൾ ഏകാമാനം പാട്ടാണ് ഈ വഴികൾ സന്തോഷക്കൊടിയും വീശുന്ന പറവയോ മനത്തിൽ പണിപൊരുമാ പാതയോ ഇവിടം വിട്ടു പോകാൻ മനസ്സില്ല സിനിമയോ ഈ കൽച്ചോ സിന്ധിക്ക സുന്ദര ഗാനം മുതൽ കറ്റിപ്പുറം വരെ പാതയിൽ നീ അഭിതിലായി ഞാൻ അനുഭവി മഴയൊഴുക്കി പാതകളും പാടങ്ങളിലും എത്ര സ്നേഹം നീ കോർക്കു തരുമോ ഗജന കൊണ്ടു നാത്രം വിശ്രീതോ ഒഴുകി പോയാലും കാലം മാനും വരെ എന്നെ സ്നേഹം നൽകിരന്നനെ പാതകളിലെ എത്തിയാരും സുമരിക്കും നിന്റെ കാൽപ്പാറുകളത്തേക്കായോ കൃപകെ കാവ്യാത്തിയരസത്തും പണ്ടേ കിളവത്തിൻ കാതയ്ക്ക് പരിയാമ ആരോമം വാസം പരത്തിൻ നിമിഷം വരികളിൽ
ഹരിതകളെ പാതകളിലെ എത്തിയാരും സ്മരിക്കും നിന്റെ കാൽപോലുകളൊപ്പിക്കാരോ തുമ്പുകൾ തൂസി എൻയൊരു സൗഖ്യം പന്നും കിണറത്തിൻ കാതയ്ക്കു പലിനാ കഴിമാലും പതിവായി നിന്റെ കാതാകളി കാണലം മാതാരേ ആരെങ്കിലും പുനരം കൊണ്ടിട്ട് എന്നു കയം വരും ദീവലി കരി കോഴിക്കോടത്തുറങ്ങി യാത്ര എന്നിനെ ജനം യാത്ര തന്നെ മുത്തശ്ശുവേദിയെ പരസ്മല്ലം കൂടാതെ നല്ലവരെ കട്ടിപ്പൂരം വെറിമീളുന്നു മാനം നിറയ്ക്കും പാദമുടമ്പും മനോഹര കേരളത്തിനു വിളിങ്ക സരാലനം പോരെ മീനും നമ്മൾ കട്ടിപ്പൂരം വെറിമീളുന്നു മാനം നിറയ്ക്കും വേവക്കൽ ചെമ്പാതെ മന്ദ കേരത്തിൻ അഭിമാനമാനം തള്ളിക്കഴിഞ്ഞവർക്ക് കൃതജ്ഞത മുമ്മുവിന് പാഴ്തിലാണ് വേഗത്തിൽ ചങ്ങാതിയുമായി കാതിരിച്ചിരുന്ന കാലങ്ങളെ കാത്തിരുത്തിനെ മറക്കാൻ പൊതുയ പുത്തശ്ശരംഗത്തിൻ വാസ്തവത്തിൽ നടക്കും യാത്ര എല്ലാവർക്കും ഇഷ്ടം വരും വേഗത്തെ ചല്ലാതെയുകൾ Senderu dışının anlamam para
പല സ്ഥലങ്ങളിലും വണ്ടിയിൽ കണ്ടില്ലേ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മാർക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റോഡ് തന്നെ പറയാം നമുക്ക് N66. എന്തായാലും ഈ നിങ്ങൾ ഇതിനോട് മുന്നോട്ട് പോവുക. അപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇവിടെ എൻട്രൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ എയർപോർട്ട് റോഡൊക്കെ എത്തണതിൻ്റെ മുന്നായിട്ടുള്ള സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതുപോലെ എക്സിറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുക. യാത്രി എഴുതി പൊന്മയാടി ചേരും ഫ്രഷ് മോഡലിൽ തരും പന്ത ചിത്രം മനസ്സിലേക്ക് കേരളത്തിൻ്റെ മനോരമയാം വരികൾ പറയുക ഒരു കഥ എന്നും പോടുക ആ സന്ദേശം മനസ്സിലേക്ക് പുതിയൊരു ഭാവമുള്ള പാതയായ കനവുണ്ടായി പാങ്ങലായി എൻ്റെ ഉണ്ണിക്കുത്തേനും സെലിമ്പമ്പയന്നിൻ എല്ലാവരും ചേർമപ്പെടുന്തയേ പൊന്മുടിയിൽ നിന്നാണ് തുടങ്ങുന്നത് വേഗം കുത്തിയതും വരെയും നോവില്ലായി പാത ഇടുങ്ങിയ വഴികൾക്ക് വീതിയേകാം കാലം പക്കം ജോൽസോസിന്റെ മണ്ണിൽ തീർത്ത ശില്പം റോഡ് NHന്റെ ഭാഗമായിട്ടുള്ള തകർന്നിട്ട് കിടക്കുന്ന സ്ഥലത്തിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ചില സമയത്ത് ഇവിടെ തിരക്ക് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകേണ്ടി വരും. അങ്ങനെ പോയിട്ട് പിന്നെ നേരെ നമ്മൾ കുറച്ച് ഒരു കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ വീണ്ടും ഹൈവേക്കിനെ കയറാൻ പറ്റും. ഈ ഭാഗമാണ്. അപ്പോൾ അവരത് വീണ്ടും രണ്ടാമത് അതിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല തിരക്ക് വരാറുണ്ട് ചില സമയങ്ങളിൽ. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണാനില്ല. ഇവിടെ തിരക്കുള്ള സമയത്താകുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ പോകാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളെന്തായാലും ആ വഴിയും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ എത്രത്തോളം അവിടെ പോയിട്ട് നമുക്ക് ബുദ്ധിമുട്ടി ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരുന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. മഞ്ഞിൽ കണ്ട് സുന്ദര തൂണുകൾ ചിരിച്ച കീഴിൽ കവിളിൽ മറഞ്ഞ ചോണവൾ ഓർമ്മയിൽ നിന്നും പുതിയതിലേക്ക് പക്കം ജോസോസിന് കാക്ക പറയുന്നു നമ്മളേക്ക് റോഡിൽ സഞ്ചരിക്കാം സംസാരമില്ലതാനും ഹൃദയ പുൽകിതം കേരളത്തിൻ അഭിമാന പാതയാണിവൾ ഏകാമാനം പാട്ടാണീ വഴികൾ സന്തോഷക്കുറിയും വീശുന്ന പറവയോ മനത്തിൽ പണിപൊരുമാ പാതയോ ഇവിടം വിട്ടു പോകാൻ മനസ്സില്ല സിനിമയോ ഈ കൽച്ചോ സിന്ധിക്ക സുന്ദരഗാനം
എന്തു ഉറപ്പിക്കലാണ് നിങ്ങളെ കൊണ്ട്, എന്തു ഉറപ്പിക്കലാണ് നിങ്ങളെ കൊണ്ട്. പഴയി പൊട്ടിക്കുന്നവനൊരു അതിരില്ല, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ നാളെയും കാണേണ്ടേ. എന്തു വെറുപ്പിക്കലാണ് നിങ്ങളെ കൊണ്ട്, എന്തു വെറുപ്പിക്കലാണ് നിങ്ങളെ കൊണ്ട്. ബജായി പൊട്ടിക്കുന്നതിനൊരു അതിരില്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ നാളെയും കാണേണ്ടേ, നമ്മൾ നാളെയും കാണേണ്ടേ. നമ്മൾ നാളെയും കാണേണ്ടേ, നമ്മൾ നാളെയും കാണേണ്ടേ, നമ്മൾ നാളെയും കാണേണ്ടേ. നാളെയും കാണേണ്ടേ, നമ്മൾ നാളെയും കാണേണ്ടേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ നമ്മളെ കോഴിക്കോടുള്ള ബാക്കി ഭാഗങ്ങളും കൂടി നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റഷീദ് ഫർദാൻ. ബൈ.